കേരളത്തെ സഹായിക്കുമ്പോൾ, സഹായം ലഭിക്കുമ്പോൾ അസ്വസ്ഥതപ്പെടുന്ന ഒരു വിഭാഗം മനുഷ്യരും ഈ നാട്ടിലുണ്ട് എന്നുള്ളത്, അത് പലവിധ താല്പര്യങ്ങളുടെ പേരിലാണ് എന്നുള്ളത് കൂടിയുണ്ട്. അത് കേരളത്തിൽ മാത്രമായി ഒതുങ്ങുന്നതല്ല എന്നതുകൂടി സൂചിപ്പിക്കുന്ന ഒരു വിവരം കൂടി ഒന്നറിഞ്ഞു പോകേണ്ടതാണ്. വയനാടിന് സഹായം പ്രഖ്യാപിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യെ വിമർശിച്ചിരിക്കുകയാണ് അവിടുത്തെ BJP നേതാവായിട്ടുള്ള തേജസ്വി സൂര്യ. ഇപ്പോൾ ഷമ്മി പ്രഭാകറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷമ്മി, ഒരു ദേശീയ പ്രഖ്യാപിക്കാൻ തന്നെ പല തരത്തിൽ കാത്തിരിക്കുന്ന ഒരു സർക്കാർ സമീപനം കേരളം ഇക്കാര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആവാതിരിക്കാൻ എന്തൊക്കെ പറയാമോ, എന്തൊക്കെ തടസ്സവാദങ്ങൾ ഉന്നയിക്കാമോ എന്നുള്ളത് BJP നേതാക്കൾ തന്നെ, കേന്ദ്രമന്ത്രിമാരടക്കം പരിശോധിക്കട്ടെ, നോക്കട്ടെ. ഇപ്പോഴും ബോധ്യപ്പെടാത്ത വിധം കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടൽ നിൽക്കുമ്പോഴും ഇപ്പോഴും ബോധ്യപ്പെടാത്ത മനസ്സുകൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രതിരൂപമാണ് ഇപ്പോൾ കർണാടകയിലെ BJP നേതാവ് തേജസ്വി സൂര്യ. ആ നേതാവ് എന്താണ് അവിടുത്തെ സർക്കാരിനെ ആക്ഷേപിക്കാൻ പറഞ്ഞത്? വയനാടിനെ സംരക്ഷിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ വയനാടിനെ സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ചതിൻ്റെ പേരിൽ സിദ്ധാരാമയ്യ സർക്കാരിനെ എങ്ങനെയാണ് ആക്ഷേപിക്കുന്നത്? ശരത്, വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. അതുമാത്രവുമല്ല, മൈസൂരിൽ നിന്നും മറ്റും ധാരാളം ആൾക്കാർ വയനാട്ടിലെ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്നു. കർണാടകം സംസാരിക്കുന്ന ധാരാളം ആൾക്കാർ ആ മേഖലയിലുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തേജസ്വി സൂര്യ എന്ന് പറയുന്ന MP, അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നുള്ള MP ആണ്. അതുമാത്രവുമല്ല, നമ്മൾ അതിൽ കാണേണ്ട പ്രത്യേകമായ ഒരു കാര്യം, യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ഒരാളാണ് ഈ തേജസ്വി സൂര്യ. അദ്ദേഹമാണ് ഈ സംസ്ഥാനങ്ങളിൽ തമ്മിൽ ഉള്ള നല്ല ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിൽ പ്രാദേശിക വികാരം ആളിക്കത്തിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന് കാത്തിരിക്കുന്ന കഴുകൻ കണ്ണുകളുമായി നടക്കുന്ന രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ ഒന്നാമനാണ് ഇയാൾ എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെയും ഇത്തരം ഹേറ്റ് സ്പീച്ചസിൻ്റെ കാര്യത്തിൽ വളരെ കുപ്രസിദ്ധനാണ് ഈ തേജസ്വി സൂര്യ. ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, ജനങ്ങളെ ജാതീയമായും മതപരമായും അടുപ്പിക്കുക എന്നുള്ളത് അയാളുടെ സ്ഥിരം ശൈലിയാണ്. ഇപ്പോഴും അതേ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇത്രമാത്രം വലിയൊരു ദുരന്തം തങ്ങളുടെ സംസ്ഥാനത്തോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ വയനാട്ടിൽ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു വീട് വെച്ച് കൊടുക്കാം എന്ന്, അവിടെ 100 വീട് വെച്ച് കൊടുക്കാം എന്ന് സിദ്ധാരാമയ്യ പറയുന്നു. അത് തീരെ ഇദ്ദേഹത്തിന് സഹിക്കുന്നില്ല. അങ്ങനെയാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം എക്സിൽ വളരെ മോശപ്പെട്ട് തൻ്റെ സിദ്ധാരാമയ്യയുടെ യജമാനൻ്റെ ആഗ്രഹം നടപ്പാക്കാൻ കർണാടകയുടെ പണം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് തേജസ്വി സൂര്യ പറയുന്നത്. കർണാടകയിലെ ദുരിതബാധിതരെ സഹായിക്കാതെ കേരളത്തിലെ ദുരിതബാധിതരെ സഹായിക്കുന്നു എന്നാണ് തേജസ്വി സൂര്യ പറയുന്നത്. കർണാടകയെ കേരളത്തിൻ്റെ ATM ആയി ഉപയോഗിക്കുന്നു എന്നാണ് തേജസ്വി സൂര്യ പറയുന്നത്. യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനാണ് ഇത്രയും വിഭാഗീയമായി, ഇത്രയും പ്രാദേശികമായി ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിന് താഴെ വന്ന് ധാരാളം ആൾക്കാർ നല്ല മറുപടി, കർണാടക സ്വദേശികളായ ആൾക്കാർ തന്നെ ഈ തേജസ്വി സൂര്യയ്ക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അത് വായിച്ച് മിക്കവാറും അദ്ദേഹം ധന്യനായി കാണും. ഒപ്പം തന്നെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, കേരളത്തിലെ BJP നേതാക്കൾ കർണാടകയിലെ ദുരന്തമുഖങ്ങളിലും ദുഷ്ടമനസ്സുകളുമായി നടക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ നേതാക്കളും. ഈ ദുരന്തത്തെ ഏതൊക്കെ തരത്തിൽ ദുരന്തബാധിതരെ സഹായിക്കാമോ ലോക മലയാളികളോട്, ലോകത്തിലുള്ള എല്ലാ മനുഷ്യസ്നേഹികളോടും കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തേജസ്വി സൂര്യ എന്ന BJP നേതാവ് ഈ വിഷം ചീറ്റലുമായി രംഗത്ത് വന്നിരിക്കുന്നത്.